ഈദ് സ്പെഷ്യൽ ഇറച്ചിച്ചോറ് തയ്യാറാക്കുന്ന വിധം എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് സവോള, അതുപോലെ തന്നെ പച്ചമുളക്, മല്ലിയില, തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ തൈര്, പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇറച്ചി. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചിക്കനാണ്, പകരം ബീഫായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതിലോട്ട് നമ്മൾ മാരിനേഷന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യമായിട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലോട്ട് നമ്മൾ ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ നല്ല പുളിച്ച കട്ട തൈര് നമ്മൾ ഒരു ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഏതാണ്ട് ഒരു 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചെറിയ ചിക്കൻ ആയതുകൊണ്ടാണ് കഷ്ണം കുറേയുള്ള പോലെ തോന്നുന്നത്. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അതിലോട്ട് നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് ഏകദേശം ഒരു കൈയളവിന് ഇട്ട് കൊടുത്താൽ മതി. അതിലോട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്തിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ഏകദേശം ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിനധികം എരിവൊന്നുമില്ല കേട്ടോ. അപ്പം എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് തക്കാളി ഏകദേശം ഒരു 3 വലിയ തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 3 സവോളയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ സവോള നന്നായി ചെറുതാക്കി അരിഞ്ഞത് ഇതിലോട്ട് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാനാണ് പോണത്. അപ്പം നിങ്ങളുടെ ഒരു അളവിനനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ചിക്കൻ്റെ അളവിന് ആവശ്യമുള്ള സവോളയും തക്കാളിയും എടുത്താൽ മതി. നന്നായിട്ട് പഴുത്ത തക്കാളി ചെറുതാണെങ്കിൽ ഏതാണ്ട് ഒരു 4 തക്കാളി വീതം എടുക്കാവുന്നതാണ് 1 കിലോ ചിക്കൻ കേട്ടോ. അപ്പം നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. അതിനുശേഷം ഇതെല്ലാം നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കാൻ പോവാണ്. ഏകദേശം ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് അരമണിക്കൂർ മാറ്റി വയ്ക്കും. മാരിനേഷന് ഏകദേശം 30 മിനിറ്റ് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷമാണ് ഈ ചിക്കൻ നമ്മൾ കുക്ക് ചെയ്യാൻ പോണത്. ഇങ്ങനെ നന്നായിട്ട് നിങ്ങൾ കുഴച്ച് മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തക്കാളിയൊക്കെ ഇങ്ങനെ നല്ല ഹാർഡായിട്ട് കിടക്കായിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ച് കൊടുത്ത് അതിലോട്ട് യോജിപ്പിക്കണം. അപ്പോഴാണ് ആ ഫ്ലേവർ എല്ലാം നമ്മുടെ ചിക്കനിലോട്ട് കയറുള്ളൂ. അപ്പോൾ തക്കാളി നിങ്ങൾ നന്നായിട്ടൊന്ന് കൈകൊണ്ട് നന്നായിട്ട് ഉടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി നിങ്ങൾക്കതിൽ മഞ്ഞൾപ്പൊടി പോരാ തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ സ്പൈസസ് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാവുന്നതാണ്. ഈ സമയം നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ ചോറിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അപ്പം ഇതിനായിട്ട് ഞങ്ങൾ ഏകദേശം 3-3.25 കപ്പ് റൈസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഏതാണ്ട് 5 ഗ്ലാസ് വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ 5 ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മൾ നമ്മുടെ സ്പൈസസ് എല്ലാം ഉണ്ടല്ലോ, ബിരിയാണിക്ക് വേണ്ട സ്പൈസസ് എല്ലാം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലോട്ട് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് കേട്ടോ. അത് ഡയറക്റ്റ്ലി ഇതിലോട്ട് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് മല്ലി, അത് നമ്മുടെ ഒരളവിന് ഏകദേശം അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടുത്തതായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ റൈസ് നല്ല മഞ്ഞ കളറിലാട്ടോ വരിക. അപ്പം അതിനാവശ്യമായിട്ടുള്ള ഏതാണ്ട് ഒരു 2 ടേബിൾ സ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടി മതിയായിരിക്കും. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ലിഡ് ക്ലോസ് ചെയ്തിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ തിള വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ പ്രത്യേകം മറക്കരുത്, ഉപ്പിടാൻ മറക്കരുത്. ഉപ്പ് നമ്മൾ എപ്പോഴും റൈസ് ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ഇച്ചിരി കൂടി നിൽക്കണം. അപ്പോഴാണ് ആ റൈസിലോട്ട് അത് കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പം ഉപ്പും നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിത് അടച്ച് വയ്ക്കുക. ഇടയ്ക്ക് ലിഡൊന്ന് തുറന്നു നോക്കണം കേട്ടോ, തിളച്ചോ എന്നുള്ളത്. കാരണം നമ്മൾ ഇങ്ങനത്തെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലിഡാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് തിള വരുന്ന കാണാൻ പറ്റും. അല്ലാത്തത് നമ്മളൊന്ന് ഇടയ്ക്ക് പൊക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ ചെറുതായിട്ടൊരു തിള വരുന്ന സമയത്ത്
നമ്മൾ അതിലോട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന അരി ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കൈമ റൈസാണ്. നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള സാദാ ചോറിന് യൂസ് ചെയ്യുന്ന റൈസ് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്മതി റൈസ് യൂസ് ചെയ്യാം. നമ്മളിവിടെ കൈമ റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്തതുകൊണ്ട് ടേസ്റ്റിനൊരു വ്യത്യാസം ഉണ്ടാകുന്നില്ല, നല്ല ടേസ്റ്റിൽ തന്നെ കിട്ടുകയും ചെയ്യും. അപ്പം നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന എല്ലാ അരിയും അതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി അടച്ച് വെച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ലിഡ് തുറന്ന് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ വീതം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതാണ് അതിൻ്റെ റൈസിൻ്റെ ടേസ്റ്റ് മുഴുവൻ നമുക്ക് തരുന്നത്. ഇതേ സമയം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ ഒരു കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് തൈരൊക്കെ വെച്ചുകൊണ്ട് തന്നെ അതിലോട്ട് അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ വേവിക്കാൻ എടുക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് വാട്ടർ അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് വാട്ടർ മാത്രം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കൂടുതൽ വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മളിവിടെ ഏതാണ്ട് ഒരു 1/4 കപ്പ് വാട്ടർ മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം തൈര് ഇതിൽ ഓൾറെഡി നമ്മൾ മിക്സ് ചെയ്തുകൊണ്ട് അതിനൊരു ജ്യൂസി കൺസിസ്റ്റൻസിയിലാണ് ആ മാരിനേഷൻ നമുക്ക് കിട്ടുക. അതുകൊണ്ട് കുറച്ച് വെള്ളം മാത്രം ചേർത്ത് വിസിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരു വിസിൽ അടിച്ചതിന് ശേഷം ഞങ്ങൾ കുക്കർ ഓഫ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ബീഫാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേവാൻ ആവശ്യമായിട്ടുള്ള വിസിൽ അടുപ്പിക്കുക. നമ്മൾ ചിക്കൻ ഏതാണ്ട് 1 വിസിലിൽ തന്നെ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട്. ഈ സമയം നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നമ്മൾ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞങ്ങൾ കണ്ടെയ്നർ മാറ്റി, കാരണം നമ്മളെ റൈസ് വെന്ത് വന്നപ്പോൾ കുറച്ചുകൂടെ കൂടുതലുള്ളതുകൊണ്ട് നമുക്കത് മിക്സ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാവുന്നതുകൊണ്ട് നമ്മൾ കണ്ടെയ്നർ വേറെ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചിക്കൻ ഒരു വിസിൽ കഴിഞ്ഞ് ആയി ചൂട് ആറിയതിന് ശേഷം നമ്മുടെ ഈ റൈസിലോട്ട് നമ്മൾ ആ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്യായിരിക്കും ബെറ്റർ. ഒന്നിച്ച് മിക്സ് ചെയ്യാൻ ആഡ് ചെയ്ത് കൊടുക്കണേക്കാൾ കുറച്ചുകൂടെ നല്ലത് അതായിരിക്കും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് അത് കുറച്ച് പച്ച വെളിച്ചെണ്ണ നമ്മൾ അത് വേവുന്ന വരെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിങ്ങനെ ചിക്കൻ ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്തും നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇതിൽ ആഡ് ചെയ്യണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ ഈ ഡിഷിന് വെച്ചാൽ, നമ്മളിതിൽ നെയ്യൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ പച്ച വെളിച്ചെണ്ണയിലാണ് ഈ ഒരു ഡിഷിൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുന്നത്. അപ്പം വെളിച്ചെണ്ണ മാത്രമാണ് കേട്ടോ നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നന്നായിട്ട് നമ്മുടെ ആ ചോറും ആ ചിക്കനും കൂടെ മിക്സ് ചെയ്യുക കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു അബദ്ധം കൂടെ പറ്റി. നമ്മളെ ചിക്കനും കൂടെ ഇട്ടപ്പം വല്ലാതെ പെരുവിയിരുന്നു. അതുകൊണ്ട് നമ്മൾ കണ്ടെയ്നർ മാറ്റിയിട്ടു. കുറച്ചുകൂടെ വലിയൊരു പാത്രം തന്നെ എടുത്ത്, കാരണം നമ്മൾ ഏതാണ്ട് 3.25 ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾ എത്ര റൈസാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വിസ്താരമുള്ളൊരു പാത്രം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോഴേ നമുക്ക് മിക്സിങ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ നമ്മൾ തീന്ന് ഇറക്കി വെച്ചാണ് മിക്സ് ചെയ്യുന്നത്. പിന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ദോശച്ചട്ടി ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ദമ്മിടുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു കണ്ടെയ്നർ വെക്കുക. അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, 2 ടീസ്പൂൺ നമ്മൾ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ഏതാണ്ട് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അതൊന്ന് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ഇറച്ചി ചോറ് റെഡിയായിട്ടിരിക്കുകയാണ്. ഇതിന് സൈഡ് ഡിഷായിട്ട് നമ്മൾ കഴിച്ചിട്ടുള്ളത് ഫ്രൈഡ് ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ്സ് അച്ചാറുണ്ടല്ലോ, ഡേറ്റ്സ് അച്ചാറും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഡേറ്റ്സ് അച്ചാറിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡേറ്റ്സ് അച്ചാറിൻ്റെ റെസിപ്പി ഇടുന്നതാണ്. അപ്പം ഇതിന് കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഡേറ്റ്സ് അച്ചാർ. അതുപോലെ തന്നെ പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ സൈഡ് ഡിഷായിട്ട് ഇത്ര മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും
സാലഡ് വേണമെന്നുണ്ടെങ്കിൽ സാലഡ് ഉണ്ടാക്കാം, പക്ഷേ അതിന് ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ കാണുന്ന ചിക്കൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റ്സ് അച്ചാറിൻ്റെ റെസിപ്പിയും നമ്മുടെ ചാനലിൽ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അപ്പം എല്ലാവരും കാണണം, കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണം. ഇതത്രയും നല്ല ടേസ്റ്റുള്ള ഒരു വടക്കൻ സ്റ്റൈലുള്ള ഡിഷാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്നും നമ്മൾ കഴിക്കുന്നത് ബിരിയാണിയും നെയ്ച്ചോറും ഒക്കെ അല്ലേ, അപ്പം അതൊന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ റൈസ് വീട്ടിലുണ്ടാക്കാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, യമ്മിയാണ്. അപ്പോൾ ഒരു വട്ടമെങ്കിലും നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. പിന്നെ പ്രത്യേകം പറയാം, ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പുറത്ത് പോയിട്ട് കൈമ റൈസോ ബസ്മതി റൈസോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ സാധാ ചോറിന് യൂസ് ചെയ്യുന്ന അരി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ റൈസിൻ്റെ, അതായത് കൈമ റൈസ് അതുപോലെ തന്നെ ബസ്മതി റൈസിൻ്റെ ഒന്നും വേവിനനുസരിച്ചിട്ടായിരിക്കില്ല നമ്മുടെ സാധാ ചോറിൻ്റെ റൈസിൻ്റെ വേവ്. അപ്പോൾ അതൊന്നും നിങ്ങൾ അതിനനുസരിച്ചിട്ട് നോക്കി വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.